ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ 2021 PSC നടത്തിയ 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 2021 PSC നടത്തിയ 10th പ്രിലിംസിലെ 9/21 ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആ സമയത്ത് കറണ്ട് അഫെയർ ആണിത്. ആൻസർ വരുന്നത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ സ്വാതി പുരസ്കാരം എന്താണെന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സംഗീത പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം. ഇതാദ്യമായിട്ട് ലഭിക്കുന്നത് ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് 1997. അപ്പോൾ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ്. 97 ഫസ്റ്റ് വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 2017 വിന്നറായിരുന്നു ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 2020 വിന്നർ എന്ന് പറയുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ്. 2021 ജേതാവാണ് PR കുമാര കേരളവർമ്മ. 2021 ജേതാവാണ് PR കുമാര കേരളവർമ്മ. നമ്മുടെ ഓപ്ഷൻസിലുള്ള മങ്ങാട് കെ നടേശന് ലഭിച്ചത് 2016 സ്വാതി പുരസ്കാരമാണ്. അംജദ് അലി ഖാൻ 2014 വി ദക്ഷിണാമൂർത്തിക്ക് ലഭിക്കുന്നത് 2013 സ്വാതി പുരസ്കാരമാണ്. രണ്ടാമത്തെ ചോദ്യം: പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ഇത് CA ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ വരുന്നത് KR സച്ചിദാനന്ദൻ. മൂന്നാമത്തെ ചോദ്യം: കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര് എന്നായിരുന്നു. ഇതും CA ആണ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ C അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ആൻസർ ഓപ്ഷൻ D അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അഞ്ചാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ആറാമത്തെ ചോദ്യം: 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ A അചൽ മിശ്രയാണ്. ഇത് CAയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏഴാമത്തെ ചോദ്യം: ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ദേശീയ യുവജന ദിനാഘോഷം, അതായത് ജനുവരി 12, അതിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഓപ്ഷൻ A ലക്നൌവിൽ വെച്ചായിരുന്നു. ഇപ്പം നാഷണൽ യൂത്ത് ഡേ ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1984 മുതൽക്കാണ് നാഷണൽ യൂത്ത് ഡേ ആചരിച്ചു തുടങ്ങിയത്. 2024 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറയുന്നത് നാസിക്കാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് വേദി എന്ന് പറയുന്നത്. 2023 വേദി ധർവാദ്, കർണാടകയിലെ ധർവാദ് ആയിരുന്നു.
2024 തീം മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2047. അടുത്ത ചോദ്യം, 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ഏതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ലേ ആണ്. അപ്പോൾ രാജ്യാന്തര യോഗാ ദിനം ജൂൺ 21 ആചരിക്കുന്നത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയൊരു ആശയം UN സഭയിൽ അവതരിപ്പിക്കുന്നത്. 2020 ഇതിൻ്റെ വേദി ലേ, 2023 വേദി ആഗോളതലത്തിൽ നോർത്ത് ലോൺ ന്യൂയോർക്ക്, ദേശീയ തലത്തിൽ ജബൽപൂർ. തീം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നർത്ഥത്തിൽ യോഗ വസുധൈവ കുടുംബകം എന്നുള്ള മീനിങ്ങിലേക്കാണ് വരുന്നത്. 2024 വേദി ശ്രീനഗർ, തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അടുത്ത ചോദ്യം, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയായിരുന്നു? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ ബി, ന്യൂഡൽഹി. 10ാമത്തെ ചോദ്യം, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയാണ് കൃതിക് പാണ്ഡെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫെയർ ചോദ്യങ്ങളായിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ പ്രത്യേകം ചിലപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.